എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുവാൻ നിങ്ങൾ മറന്നുപോകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ മാത്രമാകാതെ പ്രവർത്തിക്കുന്നവരുമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചെറിയ കാര്യങ്ങൾ കോപത്തോടെ നിങ്ങൾ ചെയ്യുമ്പോൾ വിശുദ്ധി എന്ന വലിയ കാര്യം നിങ്ങളിൽ നിന്ന് നഷ്ടമാകുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതുകണ്ട് എന്റെ പുത്രനായ ഈശോ ഏറെ വേദനിക്കുന്നു. മരിയൻ അപ്പരീഷൻസ്. എന്നും തുറക്കുന്ന വാതിലേ, നിത്യസഹായത്തിൻ പൂന്തേന്നലേ, സ്വർഗത്തിലെന്നും വിളങ്ങുന്ന താരമേ, സ്നേഹത്തിൻ നിലയനമേ, അമ്മേ ത്യാഗത്തിൻ നിറകൂടമേ, പരലോകരാജ്ഞിയാമെന്നമ്മേ, എന്നും മാതൃസ്നേഹത്തിൻ്റെ മാതൃകയേ, ഉഷകാലേ നിന്നും താരകമേ, നിന്നെ സാദരം ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ സാദരം ഞങ്ങൾ വാഴ്ത്തുന്നു. ലോകം മുഴുവനിതാ മരിയൻ യുഗം കീഴടക്കുന്നു. മരിയ ഭക്തരായ ജനകോടികൾ മറിയത്തെ വണങ്ങുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. മറിയമിതാ ആ മക്കളെയെല്ലാം തൻ്റെ ദിവ്യപുത്രനിലേക്ക് ആനയിക്കുന്നു. ദിവ്യപുത്രനിതാ ദൈവജനത്തെ തൻ്റെ രക്ഷയിലേക്ക് ചേർക്കുന്നു. ലോകം മുഴുവൻ വിശ്വാസികൾ ദിവ്യപുത്രനെ ഏറ്റുപറയുകയും വിശ്വാസത്തിൽ കരുത്തരാവുകയും ചെയ്യുന്നു. കാൽവരിയിൽ നിന്നും മറിയം ഏറ്റെടുത്ത ഈ രക്ഷാകര ദൗത്യം ഇന്നും സജീവമായി തുടരുന്നു. വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ 2000 വർഷം മുൻപ് ലോകത്തിൽ അവതരിക്കുന്നതിന് മുൻപ് മറിയം ആഗതയായതുപോലെ യേശുവിൻ്റെ 2ാം വരവിന് മുൻപിൽ മറിയം ലോകത്തിൽ സജീവയായി മനുഷ്യകുലത്തെ ഒരുക്കുന്നു എന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവപുത്രൻ്റെ 2ാം വരവിന് മുൻപ് മറിയം ലോകത്തെ ഒരുക്കുന്നു എന്നതിനാലാണ് മറിയം സഹരക്ഷകയാകുന്നു എന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ നൽകിയ സന്ദേശം ശ്രവിക്കുന്നത് നമുക്ക് ഏറ്റവും അനുഗ്രഹീതമാണ്. മക്കളെ, പാപികളുടെ മാനസാന്തരത്തിനായി നിരന്തരം നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവിൻ. ലോകമെങ്ങുമുള്ള സക്രാരികളിൽ വസിക്കുന്ന എൻ്റെ പുത്രനോട് അവർ ചെയ്യുന്ന അതിക്രമങ്ങളും നിന്ദനങ്ങളും കാൽവരിയിലെ ഓർമ്മകളേക്കാൾ എന്നെ വേദനിപ്പിക്കുന്നു. ദൈവം ഈ ലോകത്തോട് കരുണ കാണിക്കുന്നതിനായി മക്കളെ, നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുവിൻ. മറിയം സജീവമാകുന്ന ഇടങ്ങളെല്ലാം വലിയ വിശ്വാസ കരുത്ത് സ്വന്തമാക്കുന്നു എന്നത് ചരിത്രം നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നു. സെഹിയോൻ മാളികയിൽ അപ്പസ്തോലന്മാരുടെ കൂടെ മറിയം പ്രാർത്ഥിച്ചപ്പോഴാണ് പന്തക്കുസ്ത സമാഗതമായത്. അവിടുന്നിങ്ങോട്ട് മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിനു ശേഷവും ആ ദിവ്യ കന്യക ഭൂമിയെ തൻ്റെ മാതൃസ്നേഹത്താൽ പുണരുന്നു. വിശ്വാസത്തിൽ തളരുന്ന ജനതകളെ വിശ്വാസത്തിൽ ഉജ്ജ്വലിപ്പിക്കുന്നു. ദൈവവിളി കുറയുന്ന സമൂഹങ്ങളിൽ പുതിയ ദൈവവിളികളെ ഒരുക്കുന്നു. കൂദാശകളിൽ നിന്ന് അകലുന്ന മക്കളെ കൂദാശകളിലേക്ക് ആനയിക്കുന്നു. ജപമാല പ്രാർത്ഥന കുറഞ്ഞുപോകുന്ന ഇടങ്ങളിൽ ആ മഹത്വമേറിയ പ്രാർത്ഥനാ സൗരഭ്യം അമ്മ ശക്തമായി പ്രഘോഷിക്കുന്നു.
കുടുംബ ബന്ധങ്ങളെ ജപമാലകൾ വഴി കുടുംബ പ്രാർത്ഥനയിൽ കെട്ടുറപ്പുള്ളതാക്കുന്നു. തിരുസഭയെ പുതിയ കാലഘട്ടത്തിലേക്ക് വിശ്വാസ ദൃഢത നൽകി നയിക്കുന്നു. അതെ, നമ്മുടെ അമ്മ നിത്യസഹായകയും സഹരക്ഷകയുമാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ വിശ്വാസികളായ നമുക്ക് വിശ്വാസത്തിൽ ദൃഢമായി നിലനിൽക്കുവാനും നിത്യജീവൻ നേടുവാനും മരിയ ഭക്തി ഏറ്റവും ആവശ്യമായി വന്നിരിക്കുന്നു. കാരണം മരിയ ഭക്തിയിൽ വളരുന്ന ജനതകൾ കൂദാശാ ജീവിതത്തിൽ കരുത്തരാവുകയും വിശ്വാസ ദൃഢത നേടുകയും ചെയ്യുന്നു. അതുകൊണ്ടുതന്നെ മരിയ ഭക്തിയെ തിന്മ ഏറെ ഭയപ്പെടുന്നു. മരിയ ഭക്തി പ്രഘോഷിക്കപ്പെടുന്നതിനെ അവൻ തകർക്കുന്നു. കുടുംബ പ്രാർത്ഥനയെ അമ്മ ഇത്രയേറെ ശക്തമായി ലോകം മുഴുവൻ പ്രഘോഷിക്കുവാനുള്ള കാരണം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം അതിനാൽ തന്നെ സ്നേഹത്തിൽ ഒരുമിക്കും എന്നതിനാലാകുന്നു. ഒരു ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ കരങ്ങളുയർത്തുന്ന കുടുംബങ്ങളെ തൻ്റെ പുത്രൻ കരുണാവർഷത്താൽ പൂരിതരാക്കുന്നു എന്ന് മറിയം മനസ്സിലാക്കുന്നു. കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്നുകൊണ്ട് കരങ്ങൾ കൂപ്പി ജപമാല ചൊല്ലുന്ന കുടുംബങ്ങളിൽ രൂപീകൃതമാകുന്ന സ്നേഹത്തിൻ്റെ അന്തരീക്ഷം തിന്മ ഏറെ ഭയപ്പെടുന്നു. ഇത്തരം കുടുംബങ്ങളെ അമ്മ ഏറെ സംരക്ഷിക്കുന്നു. മാലാഖമാരുടെ ശക്തമായ കോട്ട തന്നെ രൂപീകരിച്ച് അമ്മ അവരെ സംരക്ഷിക്കുന്നു. ജപമാല പ്രാർത്ഥന അതിനാൽ തന്നെ ഭവനങ്ങളിലെ ദിവ്യബലിയാകുന്നുവെന്ന് വിശുദ്ധ പാദ്രെ പിയോ നമ്മെ പഠിപ്പിച്ചു തരുന്നു. മെഡ്ജുഗോറിയയിലെ അമ്മയുടെ സന്ദേശം ജപമാലയുടെ ശക്തിയെ പ്രഘോഷിക്കുന്ന കീർത്തനമായിരുന്നു. ഞാൻ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയാണ്. മക്കളെ, ജപമാല രഹസ്യങ്ങളെപ്പറ്റി ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ മനുഷ്യാവതാരം മുതൽ ഉയിർപ്പ് വരെയുള്ള ജീവിതം മുഴുവനും നിങ്ങൾ ഗ്രഹിക്കുകയും രക്ഷാകര ദൗത്യത്തിലേക്ക് കൂടുതൽ ആഴത്തിലിറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ഈ സ്വർഗീയ അമ്മയിലൂടെയുള്ള സ്നേഹത്തിൻ്റെ രഹസ്യത്തെ മനസ്സിലാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ചൊല്ലിക്കൊണ്ട് ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തെ നിങ്ങൾ ആരാധിക്കുന്നു. തിരുവചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ മറിയമേ എന്നീ പ്രാർത്ഥനകളിലൂടെ ഈ അമ്മയോടൊപ്പം സാത്താനെതിരെ പ്രവർത്തിക്കാൻ, സ്വർഗീയ സന്തോഷം കണ്ടെത്താൻ നിങ്ങളുടെ ജീവിതത്തിന് ധൈര്യം ലഭിക്കുന്നു. ജപമാല എന്ന അനുഗ്രഹ നീരുറവയിലൂടെ കരഗതമാകുന്ന വിശുദ്ധിയെ ആണ് മറിയം പ്രഘോഷിക്കുന്നത്. ദൈവവചനാധിഷ്ഠിതവും കൃപാസമൃദ്ധവുമായ ആ ദിവ്യ പ്രാർത്ഥനകൾ ഈ കാലഘട്ടത്തിൽ തിരുസഭയിൽ ഏറെ പ്രഘോഷിക്കപ്പെടുന്നു. മറിയം നിത്യസഹായത്തിൻ്റെ വാതിലായി മനുഷ്യരെ മുഴുവൻ ഏറ്റെടുക്കുന്ന സ്വർഗീയ രഹസ്യം ഓരോ ജപമാലയും പ്രഘോഷിക്കുന്നു. കുടുംബ ബന്ധങ്ങളെ തകർക്കുക എന്ന കുടില തന്ത്രമാണ് തിന്മ ഇപ്പോൾ ഏറ്റവും അധികമായി നിർവഹിക്കുന്നത്. കുടുംബത്തിൽ പരസ്പരമുള്ള സ്നേഹബന്ധങ്ങളെ അവൻ തന്ത്രപൂർവം തകർക്കുന്നു. പ്രാർത്ഥനാ ചൈതന്യത്തെ എടുത്തുകളയുന്നു. സഹനങ്ങളിൽ ദൈവം സഹായിക്കില്ല എന്ന് ചെവിയിൽ മന്ത്രിക്കുന്നു. എളിമയും ക്ഷമയും വ്യക്തികളിൽ നിന്നും എടുത്തുകളയുന്നു. മനസ്സിൽ പരസ്പരം വെറുപ്പ് നിറച്ചുകൊണ്ട് പിശാച് അവരെ കീഴ്പ്പെടുത്തുന്നു. ദൈവസ്നേഹം വ്യാപരിച്ചിരുന്ന കുടുംബങ്ങളെ അവൻ അസമാധാനത്തിന് വിട്ടുകൊടുക്കുന്നു. തന്മൂലം പ്രാർത്ഥനാ ചൈതന്യം നിലയ്ക്കുകയും ദുഃഖവും നിരാശയും അവരെ ഭരിക്കുകയും ചെയ്യുന്നു. വിശുദ്ധിയുള്ള കുടുംബങ്ങളെ രൂപീകരിക്കുവാൻ മാതാവ് വളരെ സജീവയായി തിരുസഭയിൽ ഇടപെടുന്നു.
അങ്ങനെ തൻ്റെ പുത്രൻ്റെ സമാധാനം അവർക്ക് അമ്മ വിളമ്പി നൽകുന്നു. പാപജീവിതം ഉപേക്ഷിച്ച് വിശുദ്ധരായി ജീവിക്കുവാൻ അമ്മ ലോകം മുഴുവൻ മാനസാന്തര സുവിശേഷം പ്രഘോഷിക്കുന്നു. ആത്മാക്കൾ തിന്മയിൽ വീഴുന്നതിൽ അമ്മ ഹൃദയഭാരത്താൽ കരയുന്നു. അമ്മയുടെ കണ്ണുനീർ രക്തമാകുന്നതിൻ്റെ വലിയ സാക്ഷ്യങ്ങൾ ലോകം മുഴുവൻ ദൃശ്യമാകുന്നു. കാൽവരിയുടെ നെറുകയിൽ നാട്ടപ്പെട്ട കുരിശിൽ കിടന്ന് തൻ്റെ പ്രിയപുത്രൻ ഏൽപ്പിച്ച രക്ഷാകര ദൗത്യം അമ്മ വളരെ ഭംഗിയായി തിരുസഭയിൽ നിർവഹിക്കുന്നു. തൻ്റെ പുത്രൻ്റെ സവിധത്തിലേക്ക് നയിക്കുന്ന ഇടപെടലുകൾ മാത്രമേ അമ്മ ലോകമെങ്ങും നൽകുന്നുള്ളൂ. തിരുസഭയിലെ കൂദാശകളിലേക്ക് ചേർത്തണയ്ക്കുക എന്ന സ്വർഗീയ ദൗത്യമാണ് അമ്മ ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാ മക്കളും തൻ്റെ ദിവ്യകുമാരനെ അറിയുക, രക്ഷ നേടുക എന്ന ആഹ്വാനങ്ങളാണ് മറിയം ലോകമെങ്ങും നൽകുന്നത്. നെതർലാൻഡ്സിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ ഈഡ പെർഡമാൻ എന്ന യുവതിക്ക് അമ്മ നൽകിയ സ്വർഗീയ സാന്നിധ്യമാണ് ആംസ്റ്റർഡാമിൻ്റെ ചരിത്രത്തെ വർണ്ണാഭമാക്കുന്നത്. അതീവ മരിയ ഭക്തയായ ഈഡ പെർഡമാൻ നെതർലാൻഡിലെ തിരുസഭയ്ക്കു വേണ്ടി ഏറെ സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. 1945 മാർച്ച് 25 മംഗളവാർത്താ ദിനത്തിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ഈടയ്ക്ക് മുൻപിൽ വലിയ ഒരു സ്വർഗീയ പ്രഭ വന്നു നിറഞ്ഞു. വലിയ ഒരു കുരിശിനു മുൻപിൽ ഭൂലോകങ്ങളുടെ മുകളിലായി പരിശുദ്ധ അമ്മ നിലനിൽക്കുന്നതായി ഈട ദർശിച്ചു. ആ കാലഘട്ടം നെതർലാൻഡിലെ തിരുസഭയുടെ സങ്കീർണ കാലഘട്ടമായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധം കലുഷിതമാക്കിയ സമയമായിരുന്നു അത്. വിനാശം കണ്ട് ജനങ്ങൾ വിശ്വാസം ഉപേക്ഷിക്കുന്ന അവസ്ഥ. ദേവാലയങ്ങൾ ഏറെ കൊള്ളയടിക്കപ്പെട്ടു. കുടുംബങ്ങൾ അസമാധാനം കൊണ്ട് നിറഞ്ഞു. മനുഷ്യർ യുദ്ധത്തെ പഴിച്ചുകൊണ്ട് വിലപിക്കുന്ന അവസ്ഥ. ഈ പ്രത്യേക കാലഘട്ടത്തിലായിരുന്നു മറിയം ഈടയ്ക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ സകല ജനപദങ്ങളുടെയും രാജ്ഞിയാകുന്നു എന്ന് അമ്മ ഈടയോട് വെളിപ്പെടുത്തി. എല്ലാ ജനതകളും തൻ്റെ പുത്രൻ്റെ കുരിശിലേക്ക് നോക്കണമെന്നും കുരിശിലാണ് രക്ഷ കരഗതമാകുന്നത് എന്നും അമ്മ ഈടയോട് പറഞ്ഞു. ഭൂമിക്ക് മുകളിൽ പാദം ഉറപ്പിച്ചിരിക്കുന്ന രീതിയിലായിരുന്നു അമ്മ നിന്നിരുന്നത്. പരിശുദ്ധാത്മാവ് സകല ജനപദങ്ങളിലേക്കും വന്നു നിറയുവാൻ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് അമ്മ ഓർമ്മിപ്പിച്ചു. കൃപ, രക്ഷ, ശാന്തി എന്നിവ തൻ്റെ പുത്രൻ്റെ സവിധത്തിലാണെന്നും ഞാൻ അതിൻ്റെ പ്രവാചകയാണെന്നും അമ്മ ഈടയ്ക്ക് വെളിപ്പെടുത്തി നൽകി. യുദ്ധം അവസാനിക്കുമെന്നും സർവരും തങ്ങളുടെ മാതൃസഭയിലേക്ക് തിരികെ എത്തുമെന്നും വിശ്വാസികൾ കരുത്തരാകുമെന്നും അമ്മ വാഗ്ദാനം നൽകി. തൻ്റെ പുത്രൻ്റെ കുരിശിനു മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും നാരകീയ കണ്ടുപിടുത്തങ്ങൾ വിനാശം വിതയ്ക്കുമെങ്കിലും കർത്താവിൻ്റെ കുരിശിനു മുൻപിൽ അവ കീഴടങ്ങുമെന്നും അമ്മ ഓർമ്മിപ്പിച്ചു. ദൈവത്തിൻ്റെ കരുണയെ നിങ്ങൾ എപ്പോഴും ധ്യാനിക്കണമെന്നും ദൈവം കരുണയാണെന്നും അമ്മ ഈടയെ പഠിപ്പിച്ചു. വിശുദ്ധമായ കൂദാശകളെ ഏറെ പൂജിതമായി കരുതണമെന്നും അവയിലൂടെ മാത്രമേ കൃപാസമൃദ്ധി വ്യാപരിക്കുകയുള്ളൂവെന്നും അമ്മ ഓർമ്മിപ്പിച്ചു. ഈ പ്രത്യക്ഷ രൂപം വരപ്പിക്കണമെന്നും അതുവഴി ഞാൻ സർവജനപദങ്ങളുടെയും നാഥ എന്ന് അറിയപ്പെടും എന്നും അമ്മ ഓർമ്മിപ്പിച്ചു. 60 പ്രാവശ്യം പലപ്പോഴായി അമ്മ ഈടയ്ക്ക് മുൻപിൽ തൻ്റെ സ്വർഗീയ സാന്നിധ്യമരുളി. അവിടുത്തെ വികാരി വഴി ഇത് മെത്രാൻ അറിയുകയും ഈടയുടെ ജീവിതത്തിലെ മാതൃ ഇടപെടലിനെ
വിവിധ പഠനങ്ങൾക്ക് ശേഷം തിരുസഭ അംഗീകരിക്കുകയും ഉണ്ടായി. തൻ്റെ പുത്രൻ്റെ മുൻപിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ജനതകളെ പല പ്രാവശ്യം മാതാവ് ഈടയ്ക്ക് വെളിപ്പെടുത്തി നൽകി. തിരുവോസ്തിയിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന ജനതകളെ ഉദ്ബോധിപ്പിക്കുവാനായി അമ്മ രക്തമൊഴുകുന്ന കൈവെള്ളയും കൂടെ തിരുവോസ്തിയും പലപ്പോഴും ഈടയ്ക്ക് വെളിപ്പെടുത്തി നൽകി. സർവരും കുരിശിലേക്ക് നോക്കുക, കുരിശിലാണ് ഇനി രക്ഷയെന്നും ഉത്ഥിതനായ ക്രിസ്തു കൂടുതൽ മഹത്വമേറിയ ദിനത്തിൽ ആഗതനാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും അമ്മ വെളിപ്പെടുത്തി. ചിത്രകാരനായ ഹെൻറി ഷീനെക്കൊണ്ട് ഈ ദർശന ചിത്രം ഈട വരപ്പിക്കുകയും മരിയ ഭക്തി പ്രചരിപ്പിക്കുന്നതിനായി ഇത് അനേകർക്ക് നൽകുകയും ചെയ്തു വന്നു. അമ്മയുടെ ദർശനശേഷം ആംസ്റ്റർഡാം വലിയ വിശ്വാസ കരുത്തു നേടി. ആളുകൾ ജപമാല ഭക്തിയിൽ ആകൃഷ്ടരാവുകയും വിശ്വാസ ജീവിതം പുനരാരംഭിക്കുകയും ചെയ്തു. ലോകത്തിൻ്റെ ധാർമ്മിക തകർച്ചയ്ക്ക് കാരണം ക്രിസ്തുവിൻ്റെ സമാധാനം ഇല്ലാത്തതാണെന്ന ബോധ്യം ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തു. അനേകം പേർ ദേവാലയങ്ങളിലേക്ക് മടങ്ങിയെത്തി. യുദ്ധം അവസാനിക്കുകയും അതുവഴി സമാധാനം ആ രാജ്യത്ത് പുലരുകയും ചെയ്തു. ആംസ്റ്റർഡാം അങ്ങനെ മരിയൻ പ്രത്യക്ഷ സ്ഥലങ്ങളുടെ പട്ടികയിൽ ചേർക്കപ്പെട്ടു. സകല ജനപദങ്ങളുടെയും നാഥ എന്ന മറിയത്തിൻ്റെ നാമം അങ്ങനെ ലോകം മുഴുവൻ പ്രചരിക്കപ്പെട്ടു. ഈ ചിത്രം ഇന്ന് അനേകം അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും നിദാനമായി ലോകമെങ്ങും നിലനിൽക്കുന്നു. മരിയ ഭക്തരായ അനേകം പേർ ഇന്ന് ഇവിടം സന്ദർശിക്കുന്നു. ഇവിടുത്തെ സക്രാരിയെ വണങ്ങുവാനും കൃപകൾ നേടുവാനും വിശ്വാസികൾ ഒഴുകിയെത്തുന്നു. തകർന്നുപോയ ഒരു ജനതയെ മാതൃസ്നേഹം നൽകി പുണർന്ന ഒരു ഇടപെടലായിരുന്നു അമ്മ ആംസ്റ്റർഡാമിൽ നൽകിയത്. ജപമാല പ്രാർത്ഥനയുടെ വിശുദ്ധിയും കുരിശിൻ്റെ മഹത്വവും വിശുദ്ധ കുർബാനയുടെ പരിശുദ്ധിയും അമ്മ പ്രഘോഷിച്ചു. ലോകമെങ്ങും അസമാധാനത്തിൻ്റെ വാർത്തകൾ പെരുകി വരുന്നു. തിന്മയുടെ ഇടപെടൽ ശക്തമായി തുടരുന്നു. മനുഷ്യമക്കളെ ആക്രമിക്കുവാൻ അവൻ പാഞ്ഞടുക്കുന്നു. പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ അവൻ സദാ കർമ്മനിരതനാകുന്നു. യേശുവിനെ പ്രഘോഷിക്കുന്ന ഇടങ്ങളെയെല്ലാം തിന്മ നോട്ടമിടുന്നു. കൂദാശകളിൽ നിന്നും മക്കളെ അകറ്റാനായി അനേകം കെണികൾ ഒരുക്കുന്നു. മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥവും ശക്തിയും വലിയ കോട്ടയായി ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നു. മറിയം ഏറ്റെടുക്കുന്ന ജനതകൾ തിന്മയിൽ നിന്നും സംരക്ഷിക്കപ്പെടും എന്നതിനാൽ മറിയത്തെ തിന്മ ഏറ്റം വെറുക്കുന്നു. മരിയ ഭക്തി നശിപ്പിക്കാൻ അവൻ ആവും വിധമെല്ലാം പരിശ്രമിക്കുന്നു. രക്ഷകന് ജന്മം നൽകിയ മാതാവിനെ തിന്മ ഭയപ്പെടുന്നു. ഇനിയും വൈകിക്കൂടാ. വിശുദ്ധിയിൽ വളരുവാൻ ഇനിയും നാം വൈകിക്കൂടാ. കാലം അതിൻ്റെ അടയാളങ്ങൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. കർത്താവിൻ്റെ ആഗമനം വേഗത്തിലാകുന്നു. മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ സവിധേ വ്യാപരിക്കാത്തവരെ ഒരുമിച്ചു ചേർത്ത് വിശുദ്ധീകരിക്കുവാൻ അമ്മ ലോകത്തിൽ വ്യാപരിക്കുന്നു. തിരുസഭയിൽ മറിയം വലിയ സാന്നിധ്യമാകുന്നു. പാപജീവിതം ഉപേക്ഷിക്കുക, കൂദാശ ജീവിതത്തിൽ നിലനിൽക്കുക എന്ന് അമ്മ എങ്ങും പ്രഘോഷിക്കുന്നു. മരിയ ഭക്തി ദിവ്യകാരുണ്യ ഭക്തിയുടെ മുന്നൊരുക്കമാകുന്നു. അങ്ങനെ അമ്മ ദിവ്യകാരുണ്യത്തിൻ്റെ സംരക്ഷകയാകുന്നു.
പശ്ചാത്തപിക്കുവിൻ. പശ്ചാത്തപിക്കുവിൻ, പാപം പരിവർജിച്ചിടുവിൻ. പാപത്താലെ തകർന്ന ജീവിതമോർത്തു കരഞ്ഞിടുവിൻ. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. കാരുണ്യത്തിൻ കരങ്ങൾ നീട്ടി കാത്തിരിക്കുന്നു, ദൈവം കാത്തിരിക്കുന്നു. പാപം വെടിഞ്ഞു തിരിഞ്ഞു വരുവാൻ മാടി വിളിക്കുന്നു, ദൈവം മാടി വിളിക്കുന്നു. പുതിയൊരു ജീവിതമരുളാനെന്നും ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നു. സ്നേഹം നിറയും തൻ ഹൃദയത്തിൽ അഭയമേകുന്നു, ദൈവം അഭയമേകുന്നു. രക്ഷയിലേക്കു നയിച്ചീ ജന്മം നവീകരിക്കുന്നു, ദൈവം നവീകരിക്കുന്നു. ആത്മശരീര സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു, ദൈവം അനുഗ്രഹിക്കുന്നു. പശ്ചാത്തപിക്കുവിൻ, പാപം പരിവർജിച്ചിടുവിൻ. പാപത്താലെ തകർന്ന ജീവിതമോർത്തു കരഞ്ഞിടുവിൻ. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. നിത്യസഹായമാതാവേ, ആശ്രിതർക്കാശ്വാസം